പത്തനംതിട്ടയിൽ പോയാൽ അവിടെ കോന്നി കല്ലേലി നടുവത്ത് കാട്ടാന മരം റോഡിലേക്ക് തള്ളിയിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. KSRTC ബസ് അടക്കം വഴിയിൽ കുടുങ്ങിയിട്ടുണ്ട്. ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായിട്ട് ആ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. മരം റോഡിലേക്ക് വീണു. അവിടെ ഇതേ ബസ് KSRTC ബസ്സൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. കുറച്ച് ആളുകളുമുണ്ട്. ശ്രീരാജ്, ഈ മരം മാറ്റാനുള്ള നടപടികൾ ഏതുവരെയായി? നിലവിൽ കോന്നിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയ മരം അവിടെ നിന്ന് നീക്കുകയാണ്. KSRTC ബസ്സുകളടക്കം റോഡിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ പുലർച്ചെയോ ഇന്ന് പുലർച്ചെയോ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോ ആകാം ഇത്തരത്തിൽ കാട്ടാന മരം തള്ളിയിട്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്ത് നേരത്തെ മുതൽ തന്നെ കാട്ടാന ശല്യമുള്ളതാണ്. കോന്നി, കല്ലേലി, നടുവത്തുമൊഴി, അതുപോലെ തന്നെ കുളത്തുമൺ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. പ്രദേശവാസികളുടെ കൃഷിനാശമടക്കം ഇതൊരു പ്രധാന പ്രശ്നമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമായത്. നിലവിൽ ഈ മരം മുറിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ വഴിയിൽ നിരവധി സ്വകാര്യ വാഹനങ്ങൾ, അതുപോലെ തന്നെ KSRTC ബസ്സുകളടക്കം കുടുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ മരം പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ കാട്ടാന ശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് നിരന്തരം ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു പരിഹാരമാകുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഈ കാട്ടാന കൂട്ടത്തെ തിരികെ കാടുകയറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. കുളത്തുമൺ ഭാഗത്തെല്ലാം തന്നെ. കല്ലേലി ഭാഗത്തും സമാനമായ രീതിയിലുള്ള ദൗത്യം തുടരണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ അടക്കം ആവശ്യം. സേതു. ഓക്കെ, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഈ കോന്നിയിലെ ദൃശ്യങ്ങൾ നമ്മൾ ഈ കാണുന്ന അവിടെ മരം കാട്ടാന റോഡിലേക്ക് തള്ളിയിട്ട് ഗതാഗതം തടസ്സപ്പെട്ട് ഇരിക്കുകയാണ്.